എനിക്ക് പേടിയാണോടാ, എനിക്ക് സത്യമായിട്ടും പേടിയാണോ. നീയായിട്ട് അനക്കല്ലേട്ടാ. ഞാനായിട്ട് അനക്കില്ല. നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ ഒരു പട്ടാളക്കാരൻ വന്ന് ധൈര്യമായിട്ട് എടുത്തോന്നു. മലയാളിയാ. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ഡൽഹി എയർപോർട്ടിലാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ശ്രീനഗറിലേക്കാണ്. നമുക്ക് ഇവിടുന്നുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാവിലെ 6:30 കട്ട പോസ്റ്റ്. ഇനിയിപ്പോ നാളെ ഫ്ലൈറ്റ് ഉള്ളൂ കാശ്മീർക്ക്. സക്സസ്ഫുള്ളി നമ്മൾ ലോഞ്ച് കയറി ഗൈസ്. പക്ഷെ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉറങ്ങിയാലോ? അപ്പൊ വിളിച്ച് എനിപ്പിച്ച് വിടില്ലായിരിക്കും അല്ലേ? ഉറങ്ങിക്കോ. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നു പറയുന്നത് ശ്രീനഗറിലാണ്. കാനഡ എന്നൊക്കെ പറയാൻ പോവായിരുന്നു. കാശ്മീർ. യെസ്. അപ്പൊ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തൊക്കെ സംഭവങ്ങളാണ് കാണാനുള്ളത് നോക്കാം. ഇന്നത്തെ എന്റെ കോസ്റ്റ്യൂം നോക്കൂ. ഇത് എന്ത് വഞ്ചി പോണത് എന്ത് പരിപാടിയാണ് പറഞ്ഞത്? ഷിക്കാര റൈഡ്. ഷിക്കാർ റൈഡിന് വേണ്ടിട്ടാണ് ഇത്ര ഓവർ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തേക്കണേ. മറ്റേ നമ്മുടെ നാടൻ ഇന്ത്യൻ സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ നിന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചേക്കണേ. मेरा नाम उमेश सर, मैं नेपाल से हूँ। कैसे हो? मैं ठीक हूँ सर। आपका ख्याल से हम कहाँ जाना है आज? सर आज आप बोल रहे हैं कि लोकली करना है तो आप जा सकते हैं। शिकारा दल पे जा सकता है। इधर बहुत सारा गार्डन है, चश्मशाही है, शंकराचार्य टेम्पल है। ओके सर, लेट्स ट्राई. थैंक यू सर. थैंक यू सर. हैव गुड डे सर. ഹാവ് എ ഗുഡ് ഡേ സർ. ബൈ. നമ്മൾ ഇവിടെയാട്ടോ താമസിക്കുന്നത്. ഗ്രാൻഡ് ബുലവാർഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ദാൽ ലേക്ക് വരുന്നത്. ഇവിടെയാണോ നമ്മള് മറ്റേ ഷിക്കാര ഡ്രൈവ്? കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യണ്ട, അത് നോർമലി പോയിക്കോളും. ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാരും പറയുന്നത് നമ്മളിവിടെ വരുമ്പോ വില പേശി വേണം. അഭിനയ് ഇതില് വില പേശി വേണം ഷിക്കാർ എടുക്കാനായിട്ടെന്നാ പറയണത്. കളിക്കണോ? അല്ല ഇവിടെ ഉള്ളവർക്കാണോ യുദ്ധം വരുമ്പോ ഇങ്ങനെ പ്രശ്നം വരാൻ ചോദിക്കുക? യുദ്ധമല്ല, മെയിൻലി ഇവിടെ വരെ ടെററിസ്റ്റ് അറ്റാക്കും സംഭവങ്ങളൊക്കെയാ. അപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ മരിച്ചൊക്കെ പോകും. അതിപ്പോ ഞാൻ എന്താ പറയാ, വൂളൻ ഡ്രസ്സുകൾ മെയിൻ ആയിട്ട് ഇവിടെ ഒരുപാട് സ്ഥലത്ത് വന്ന് വിൽക്കുന്നുണ്ട്. അതിന്റെ വിഷ്വൽസ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഗൈസ് ഇവിടെ 300-400 രൂപക്കൊക്കെ സ്വെറ്റർ വിൽക്കണേന്ന്. അപ്പൊ ഇതല്ലായിരുന്നോ ലാഭം? പക്ഷെ ഇത് യൂസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടു 2-3 ആണോ? വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസിന്റെ കടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ലൈവ്ലി അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇവിടുത്തെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് സമയത്ത് ഉച്ചയ്ക്ക് കറങ്ങുന്നതാണ് ബെറ്റർ. കാരണം ആ വെയിലിന്റെ ഒരു ചൂട് കൂടി അടിക്കുമ്പോൾ ഒരു ഹീറ്റർ ഇട്ട ഫീൽ ഉണ്ട്. ഇവിടെ നിറച്ച് സോൾജേഴ്സ് ഉണ്ട് ഗൈസ്. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ജംഗ്ഷനിലും എല്ലായിടത്തും തോക്കും പിടിച്ച് ഒരുപാട് പട്ടാളക്കാരെ കാണാം. പിന്നെ എല്ലാരും വന്ന് താങ്ക് യു. എല്ലാരും വന്ന് നിങ്ങളുടെ അടുത്ത് ഓട്ടോ റൈഡ് വേണോ, ഷിക്കാര റൈഡ് വേണോ, ടൂർ പാക്കേജ് വേണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ വൈൻ ഷോപ്പുകളും നമുക്ക് കാണാട്ടാ പോണ വഴിക്കൊക്കെ. കണ്ടു പേടിയുണ്ടാ? എടാ പിന്നെ താങ്ക് യു. നമ്മളിപ്പോ ഒരു ഓട്ടോ കയറിയിട്ടുണ്ട്. നിഷാന്ത് ഗാർഡൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഇവര് ആദ്യം പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപയായിരുന്നു. അത് പറഞ്ഞ് 150 രൂപയാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് 100 രൂപയ്ക്കും പോകാൻ പറ്റുന്നു. പക്ഷെ അപ്പം പാവാണ് ഗൈസ്. ये वाला अच्छा है. हसरत बाल जाएगा फिर दाल लेक. तो कितना होगा टोटल? टोटल लगेगा 500. 400 में कर दो ना. लेकिन अमोनिया हो जाएगा. 450 में कर दो ना. താങ്ക് യു. ഇവിടെ വരാൻ പുള്ളിയുടെ അടുത്ത് വില പേശി ഏകദേശം 150 രൂപയ്ക്ക് സെറ്റ് ചെയ്തത്. അപ്പൊ ഇതൊരു ഫുൾ ടൂറാക്കി മാറ്റി നമ്മൾ. ആക്ച്വലി ഈ ഗാർഡനും ഇതിന്റെ അടുത്ത് വേറൊരു ഹസ്രത് ബാൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഹസ്രത്തുള്ള നിന്റെ ഹസ്രത് ബാൽ ഷ്രൈൻ എന്ന് പറഞ്ഞ വേറൊരു സംഭവം ഉണ്ട്. അതും ഇതും പിന്നെ തിരിച്ച് നമ്മളുടെ ദാൽ ലേക്കിന്റെ അവിടെ ബോട്ടിങ്ങിന് വേണ്ടി പുള്ളി ആക്കി തരും. ഞാൻ 400 പറഞ്ഞു, പുള്ളി 500 പറഞ്ഞ് 500 തന്നെ ഉറപ്പിച്ചു. പുള്ളിയുടെ കുടുംബത്തിനൊരു സന്തോഷമാവട്ടെ. ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ എത്തി. ടിക്കറ്റ് കൗണ്ടർ കണ്ടാൽ മനസ്സിലാവണല്ലോ കേട്ടോ. 2 ടിക്കറ്റ് 10 रुपया होगा. ഇതൊരു ചൈന വൻമതിൽ പോലെ ഉണ്ടല്ലോ. ഏതൊരു രാജാവ് പണിയിപ്പിച്ച ഒരു ശീതകാല വസതിയാണിത്. ആണോ? ആയിരിക്കും. പൂക്കളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. അതിന് April-May വരണം. പുള്ളി എന്താ പറഞ്ഞ? ഗാർഡൻ എൻട്രിക്ക് ട്രെയിൻ റൈറ്റ് സൈഡിന്ന്. ഓക്കെ, മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു തുടങ്ങിയ? ഹിന്ദി എനിക്ക് അറിയാത്തുള്ളൂ. അയ്യോ പൂക്കളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനടാ. ആ മല ഫുള്ള് മഞ്ഞായിരുന്നെങ്കിൽ തകർത്തേനടാ. ഇങ്ങനെ ഒരു സീനറി പോലെ ഗാർഡനിൽ പൂക്കളും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലായനെ. അവിടെ സ്നോയും. മേരി മാർഗരറ്റ് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് തകർത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ വേണ്ടേ നിന്റെ? വേണം. അതെ, അതുപോലെ ഫോട്ടോ എടുക്കാം. വേറെ ലെവലായിരിക്കും നിന്നെ കണ്ട. കച്ചോരി കൊത്തി. എടാ ഇതുപോലൊരു സാധനം പ്രിന്റ് ചെയ്ത് നമുക്ക് കൊടുങ്ങല്ലൂര് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. അവിടെ തന്നെ വെക്കണം. എന്റെ മോന്ത നാളെ എന്റെ ഫോട്ടോ ഈ ഫ്രെയിമിൽ വരില്ലെന്ന് ആര് കണ്ടു? എനിക്ക് പേർപ്പിൾ മതി. റെഡ്. 200 രൂപ ലേഡീസിന്റെ, 200 രൂപ ജെന്റ്സിന്, 400 രൂപ ആട്ടോ രണ്ടുപേർക്കും കൂടി കൊടുക്കേണ്ടത്. ഇതാണ് ഡ്രസ്സ്.
ചേട്ടാ ഓ എനിക്ക് വേറെ സാധനം കൂടി ഉണ്ട് കേട്ടാ. എന്റെ പൊന്നെ ചേട്ടാ, നിന്നെ കണ്ടിട്ട് കുബേരനെ പോലെ ഉണ്ട്. എന്റെ മോനെ പൊളിച്ച്. ഇപ്പൊ കുബേരിലത്തെ പെണ്ണിനെ പോലെ ഉണ്ട് നിന്നെ കാണാനും. ലുക്കിംഗ് നൈസ് ആക്ച്വലി. നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നല്ല ഫോട്ടോസ് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഗായ്സ്. നൈസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദി നൈസ് എക്സ്പീരിയൻസ് മിസ്റ്റർ രാജേഷ്. നല്ലതായിരുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മൾ എവിടെ പോയാലും അവിടുത്തെ മെയിൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. കശ്മീർ കന്യാകുമാരി കന്യാകുമാരി. എനിക്ക് വിശക്കുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് തിരിച്ചു പോയാലോ അടുത്ത സ്ഥലത്തേക്ക്? അതിന്റെ മുകളിൽ കൂടി കയറിട്ട് വരാം. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് പറയുന്നത് ഹസ്രത് ബാൽ ഷ്രൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഹൈ സെക്യൂരിറ്റി പോലീസ് വെഹിക്കിളും സംഭവങ്ങളും ഒക്കെയാണ്. ഈ സ്ട്രീറ്റിലേക്ക് വണ്ടികളൊന്നും ഇപ്പൊ കടത്തി വിടുന്നില്ല. ന്യൂ താജ് ബേക്കറി. ഇവിടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ആൾക്കാർ അടി വീഴും. ഇങ്ങനെ വരുമ്പോ ഇപ്പൊ സ്റ്റക്ക് ആവുന്നത് ഇതിലും കുര്യനും ഇങ്ങനെ എന്ത് വാങ്ങിക്കാം, അതാണ് പെട്ടെന്ന്. പണ്ട് ഈ ടോയ്സ് ഒക്കെ കണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോവല്ലോ. ഇവിടെ ഒക്കെ പലഹാരങ്ങളാട്ടോ. പലഹാരം മാത്രല്ല സ്നാക്സ് ഐറ്റംസ് ഇല്ലേ, അതാണ്. അവിടെ പിന്നെ ഫ്രൈഡ് റൈസ് ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ. एक पीस के लिए कितना होगा? केजी होता है. ओके, ये भी केजी होता है. ये कितना का है? 150. ഓക്കെ, ഇതൊക്കെ കിലോ കണക്കിനാടി വിൽക്കണത്. ഇത് 1 കിലോ 150, ഇത് 1 കിലോ 150. വേണോ 1 കിലോ? ഓ മൈ ഗോഡ്, അടിപൊളിയില്ലേ. എന്തുവായിരുന്നു അത്? കേരള से केरला मालूम है? केरला गए नहीं. हम पहली बार कश्मीर आता है एक्चुअली. ഓക്കെ, ടേക്ക് കെയർ. ഖുദാ ഹാഫിസ്. കാശ്മീരി മറ്റേ സാധനങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ ഒരു പട്ടാളക്കാരൻ വന്ന് ധൈര്യമായിട്ട് എടുത്തോന്നു. മലയാളിയാ? അല്ല, ഹിന്ദിയില്. എന്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ ഇത്. ഒരുമിച്ച് പറക്കണതിൽ എന്തെങ്കിലും കുട്ടൻസ് ഉണ്ടാവോ? കല്ലറിയാതെ മീനാണ്. ഫിഷ്. ഓ, നമ്മുടെ ഇവിടെ ബജ്ജി ഉണ്ടാക്കണ പോലെ ഇവര് മീൻ ഇതില് പൊതിഞ്ഞ് ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ട് വന്ന പട്ടികളുണ്ട്. എടാ, ഇതാടാ ഹസ്രത് ബാൽ ഷ്രൈൻ. എടാ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം കയറാൻ പറ്റുമോ? ഭയ്യ അന്തർ ജാ സക്താ ഹൈ? മേ മുസ്ലിം നഹീ ഹൈ. നോ കോയി പ്രോബ്ലം नहीं. ആർക്ക് വേണമെങ്കിലും കയറാന്ന്. ആണോ? എന്ത് ചെയ്യാൻ പോവാ മേരി മാർഗരറ്റ്? എനിക്ക് അയ്യോ, എല്ലാ പ്രാവും പോയടാ. എനിക്ക് പ്രാവുകളിൽ പറക്കണ ഫോട്ടോ എടുക്കണം, ഐ മീൻ വീഡിയോ എടുക്കണം. ഞാനിങ്ങനെ നടക്കുമ്പോ പ്രാവുകൾ പറക്കണം. ഗൈസ്, ഒരു 10 സെക്കൻഡ് മുമ്പ് വരെ ഇവിടെ നിറച്ച് പ്രാവുകളായിരുന്നു കേട്ടോ. ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നിങ്ങളൊക്കെ അതിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ ആ ചേട്ടൻ കൊറേ വിത്തലല്ലോ, എന്താടാ, തീറ്റ വിരിച്ചിട്ട് അതിനെ വീണ്ടും മാടി വിളിക്കാൻ വേണ്ടി പോവാ. പണ്ടല്ല, റീൽസിലൊക്കെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനത്തെ റീല്. കിട്ടി ഗൈസ്, കിട്ടി. അപ്പൊ ഇതൊക്കെ കാണാൻ നിങ്ങൾ എന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നുള്ളൂ. അത് വേണ്ടടാ, ആൾക്കാർ വേണമെങ്കിൽ കണ്ടാ മതി, നിർബന്ധമൊന്നുമില്ല. ജിലേബി ഉണ്ടാക്കുന്നത് ചൂട് ജിലേബി അയച്ചാൽ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഫുള്ളിങ്ങനെ ഫുഡിന്റെ സ്ട്രീറ്റ് ആട്ടോ. മറ്റേ വലിയ ഭട്ടൂര, ആ ഹൽവ പോലത്തെ സാധനം, പിന്നെ ചൂട് ജിലേബി. നമ്മളിപ്പോ ഒരു ബേക്കറി ഇവിടെ കണ്ടിട്ടുണ്ട്, ന്യൂ താജ് ബേക്കറി. അവിടെ നിന്ന് നമ്മളൊരു വാൾനട്ട് ഫഡ്ജ് കഴിക്കാൻ വേണ്ടി പോവാ. ഇവിടത്തെ ആണോ എനിക്കറിയില്ല. വേറൊരു കഫേ ഉണ്ട്, മൂൺലൈറ്റ് കഫേ. അപ്പൊ അവിടെ നിന്ന് കഴിച്ചാ പോരെ? ഇവിടുന്ന് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വിശക്കണല്ലേ? ബാ, ये बहुत अच्छा है, ट्राई करना चाहिए. उसका नाम क्या है? बांध. അപ്പൊ ഇവിടുത്തെ ഫഡ്ജ് ഇവ കഴിച്ചു നോക്കാൻ പോവാണ്. എന്റെ ഉള്ളില് വാൾനട്ടും ഹണിയും ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, അപ്പൊ നമ്മൾ സമീലിക്കയുടെ ഫ്രണ്ട്സിനെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. സമീലിക്കയുടെ ചങ്കിന്റെ ചങ്കും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ പേര് പറഞ്ഞോളി. നിങ്ങളെ കണ്ടാ ശരിക്കും ഒരു മൻസൂർ അലിഖാൻ പോലെ ഉണ്ട്, അങ്ങനെ ലുക്ക് ഉണ്ട്. പുള്ളിയുടെ പേരെന്താ? പേര് പറഞ്ഞോ. ഓക്കെ, നിങ്ങളുടെ പേര്? ബഷീർ. മോന്റെ പേര്? ശാന്ത. മോനെ, എങ്ങനെയുണ്ട് കാശ്മീർ? എങ്ങനെയുണ്ട്? തകർത്ത്. കാശ്മീരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? നമ്മൾ ഇന്ന് വന്നിട്ടില്ല. എവിടെ പോണം എന്ന് നീ പറഞ്ഞ അവിടെ നമ്മൾ പോയിരിക്കും. ഇവിടെ വന്നല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? എല്ലാ സ്ഥലവും ഇഷ്ടപ്പെട്ടു. മറ്റേ മഞ്ഞ് വീഴ്ച കാണാൻ പറ്റിയായിരുന്നോ? അടിപൊളി. നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഈവനിങ് പോയാൽ എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. കാണാട്ടോ. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മുടെ സമീലിക്ക് എന്റെ ചങ്സിനെയും ആഴ്ചയുടെ പറഞ്ഞ പോലെ ചങ്കിനെയും ചങ്കിടിപ്പിനെയൊക്കെ കണ്ട് നമ്മള് സന്തോഷം. മലയാളികൾ ഒരു പ്രത്യേക സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ അറിയണ ആൾക്കാരും കൂടി ഒരു സന്തോഷം ഇരട്ടിക്കും. ആ ഒരു മല്ലു വൈബ്. അവിടെ ഫുൾ വൈബ് വരുന്നു. നമ്മുടെ ഓട്ടോയുടെ അവിടെ എത്തി. ഓട്ടോ ചേട്ടനെ കാണാനില്ല. നമ്മുടെ ആണെങ്കിൽ സിമ്മും ഇല്ല. ഇവിടുത്തെ ചേട്ടന്മാര് നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ട്. താങ്ക് യു ഭയ്യ. വെൽക്കം. Are you from Kerala? हाँ, हम केरला से हैं.
നമ്മളപ്പോ ദാൽ ലേക്കിന്റെ അവിടെ എത്തി. നമ്മുടെ ഷിക്കാരി എന്തുകൊണ്ടാണ് ഷിക്കാര റൈഡിന് വേണ്ടി ലൈറ്റ് പോണേക്കാൾ മുമ്പ് അതിൽ കയറണം. പക്ഷെ ലൈറ്റ് പോയി തുടങ്ങി, ഭയങ്കര തണുപ്പായി തുടങ്ങിയിട്ട് അവിടെ. അപ്പൊ നമ്മള് ഷിക്കാര റൈഡിന്റെ പ്രൈസ് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പറയും 2000, പിന്നെ ഒരു പറയും 1500, 1000, 800 അങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ആരുടെയും എടുത്തിട്ടില്ല. ഇരുട്ടാവണേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. ഗൈസ് ഇത് 2000, 1500 അങ്ങനെയൊന്നല്ല, ഇപ്പൊ നമുക്ക് 500 രൂപയ്ക്ക് കിട്ടി ഗൈസ്. അത് നല്ല അടിപൊളി ഷിക്കാര ഗൈസ്. അപ്പൊ നമ്മുടെ ഷിക്കാര വന്നിട്ട് ഈ മഞ്ഞാന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല, നമ്മുടെ ഈ വെള്ള ഷിക്കാരയല്ല നമ്മൾ പോവാൻ പോണത്. സെറ്റല്ല മേരിമാർക്ക്? എനിക്ക് പേടിയാണ്. കേരള Malapura. തൃശ്ശൂർ. ഓ മലപ്പുറം മാലും വീണ എനിക്ക് പേടിയാണ്. വീടില്ല, നമുക്ക് അങ്ങോട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, ചാരി ഇരിക്കാം. ചെരുപ്പില്ല നീ? എനിക്ക് പേടിയാണോടാ, എനിക്ക് സത്യമായിട്ടും പേടിയാണോ. വെള്ളം പേടിയാണ്, ഇങ്ങനത്തെ വെള്ളം. എടാ ഒന്നും പറ്റില്ല. നിക്ക് ആദ്യം തിരിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ക്യാമറ എടുത്ത് ഓഫാക്കി. ഇത് ഭയങ്കര രസമുള്ള റൈഡാ. ഇങ്ങനെ നീക്കൊണ്ടാണ് ഇരിക്കുക. അതെ അങ്ങനെ പറയണ്ടാണെങ്കിൽ ഇല്ല. ആണെങ്കിൽ ഇപ്പൊ നിക്കും ഇതിന്റെ. ഞാൻ നിന്നെ ഓടിക്കൂട്ടോ. ഞാനല്ല അനക്കണേ. വെള്ളം പേടിയാണ്. ഷൂരെന്താടാ? നീയായിട്ട് അനക്കല്ലേട്ടാ. ഞാനായിട്ട് അനക്കില്ല. ഈ ബാഗൊന്നും ഊരിക്കോട്ടെ ഞാൻ. എന്റെ മാതാവേ. ഇല്ല ഒന്നുമില്ല. ഇനി കേറിയിരിക്കാം. ബാ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിങ്ങളിവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര കംഫർട്ടബിൾ ഒന്നല്ല, കുഴപ്പമില്ല. ഇല്ല കേസ്, ഭയങ്കര രസമാണ്. ഇതിന് ചെരുവുണ്ടല്ലോ എന്റെ സൈഡിക്ക്. അന്ന് എനിക്ക് ഭാരം കൂടുതലുള്ളതുകൊണ്ട് തോന്നുന്നതാ. ഇതാണ് നമ്മുടെ ഹോട്ടല്. കോഫി? നോ താങ്ക് യു. നോ താങ്ക് യു. It's called a floating shop. One comes, one goes. अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें हैं कौन सी, न वो समझ सके न हम. अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടത് ശ്രീനഗറിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് 2ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകാണ്. പെഹൽഗാം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മേരി മാർഗ്രറ്റ്? എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഡ്രസ്സൊക്കെ ഇട്ട്, പിന്നെ ഷിക്കാര ഡ്രൈവ് ഒക്കെ, ഡ്രൈവ് അല്ല റൈഡ്. ആ റൈഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ മറ്റേ വാൾനട്ട് ഫഡ്ജ്. അപ്പൊ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ. കുറച്ച് ഇൻഫോർമേറ്റീവ് പോയിന്റ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവേ, വേണമെങ്കിൽ നോക്കി നോക്കാം. ഹെൽപ്ഫുൾ ആയിരിക്കും.